എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ അളവ് ബ്ലൗസ് വെച്ച് നമ്മൾ ബാക്ക് പീസ് വെട്ടുന്ന കാര്യവും പിന്നെ അളവ് ബ്ലൗസ് വെച്ച് നമ്മൾ ഫ്രണ്ട് പീസും ബെൽറ്റും എത്രത്തോളം കറക്റ്റ് ചെയ്യുന്നു എന്ന കാര്യവും ബെൽറ്റിൻ്റെ കാര്യവും വളരെ വ്യക്തമായ രീതിയിൽ പറഞ്ഞു തന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അളവ് ബ്ലൗസ് വെച്ച് കൈ വെട്ടുന്ന കാര്യം കൂടെ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. അങ്ങനെ ഈ 3 പാർട്ടായിട്ട് ചെയ്തിരിക്കുന്ന ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അളവ് ബ്ലൗസ് കയ്യിൽ കിട്ടിയാൽ എങ്ങനെ കൃത്യമായ അളവിൽ വെട്ടിയെടുക്കാം എന്നതിനെക്കുറിച്ച് ഒരു 3 പാർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ന് 3ാമത്തെ പാർട്ടിൽ നമ്മൾ കൈ എങ്ങനെ വെട്ടുന്നു, കൈ വെച്ച് കൈക്കുഴി എങ്ങനെ അളന്ന് നമ്മൾ നോക്കണം, കൈയുടെ അളവ് ബ്ലൗസ് വെച്ച് എങ്ങനെ അത് വെട്ടാം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ തരുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും കൈ നമ്മളിങ്ങനെ വെട്ടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും കാണിക്കുന്ന ഒരു തെറ്റാണ്, അത് ആവർത്തിച്ച് വരാതിരിക്കാൻ വേണ്ടി കൈ എപ്പോഴും നമ്മൾ വെട്ടുമ്പോൾ കൈയുടെ ഈ ജോയിൻ്റ് വശം ഇങ്ങനെ സെൻട്രലിലാക്കി വേണം പിടിച്ച് നമ്മൾ അളവ് നോക്കാൻ. തയ്ക്കുമ്പോഴും അങ്ങനെ നോക്കാവുള്ളൂ. മിക്ക ആൾക്കാരും ഇങ്ങനെ പിടിച്ചാണ് അളവ് നോക്കുന്നത്. അത് നമുക്ക് 4 ഇഞ്ച് ഇങ്ങനെ പിടിച്ചാൽ 12 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 4 ഇഞ്ച് വ്യത്യാസം വരും. ഒരിക്കലും നമ്മൾ അങ്ങനെ നോക്കല്ല. ഈ കൈയുടെ ജോയിൻ്റ് ഇങ്ങനെ സെൻറ്ററിൽ പിടിക്കുക, സെൻറ്ററിൽ പിടിച്ചിട്ട് ഇങ്ങനെ അളന്ന് നോക്കണം. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് ആ ഒരു ലൂസ് അളക. എവിടെയെങ്കിലും കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജോയിൻ്റ് വലിച്ചു പിടിച്ച് നോക്കണം. പിന്നെ കൈവണ്ണം ടൈറ്റാണ് എന്ന് അവർ പറഞ്ഞില്ലെങ്കിലും നമുക്ക് ചിലർ പറഞ്ഞു തരും, അല്ലാത്തവർ പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജോയിൻ്റ് ഭാഗത്ത് നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തയ്ക്കുമ്പോൾ ഒരു 4 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് തയ്ക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ടേപ്പ് ഇങ്ങനെ തന്നെ ടേബിളെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കൈ നീളം നോക്കാം, കൈ വണ്ണം നോക്കാം. ഇങ്ങനെ ഇത്രത്തോളം വന്നു 6 ഇഞ്ചുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഒത്തിരി വലിഞ്ഞ് നിൽപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വണ്ണം കുറച്ച് കൂട്ടാനിടുവോ ഇല്ലെങ്കിൽ 4 ഇഞ്ച് വണ്ണം കൂട്ടി കൊടുക്കുകയോ ചെയ്യണം. അത് അത്രയും ഒരു കാര്യം മനസ്സിലെപ്പോഴും കുറിച്ചിട്ടോണം അങ്ങനെ തന്നെ ചെയ്യാം. ഇനി നമുക്ക് നോക്കേണ്ടത്, കൈ നമ്മൾ 2 തുണി നമുക്ക് ഇതിൻ്റെ ഒരു കട്ട് പീസിൽ തന്നെ നോക്കാം. നമ്മൾ 2 ഇങ്ങനെ തുണി മടക്കിയിട്ട് മനസ്സിലായില്ലേ? ഈ 2 തുണി മടക്കിയിട്ടിട്ട് നമ്മൾ ആദ്യം ഈ ബ്ലൗസ് സെയിം ആണ് എന്ന് പറഞ്ഞ ബ്ലൗസിൻ്റെ കാര്യം തന്നെയാണ് നമ്മൾ വെട്ടുന്നത്. ബ്ലൗസിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇങ്ങനെ മാറി സാധാരണ ബ്ലൗസിന് കൊടുക്കുന്ന പോലെ ഈ തയ്യൽത്തുമ്പ് എപ്പോഴും നിങ്ങൾക്ക് മാർജിൻ വരച്ച് തന്നെ വെട്ടാനായിട്ട് ശ്രമിക്കണം. സെൻറ്റർ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കൈ ഇതുപോലെ തന്നെ കൈ എപ്പോഴും വെക്കുമ്പോൾ കൈയുടെ ബാക്ക് പീസ് വെച്ച് നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ. ഫ്രണ്ട് പീസ് വെച്ച് ഒരിക്കലും കട്ട് ചെയ്താൽ ചിലപ്പോൾ നമുക്കത് ലെങ്തിൽ വ്യത്യാസം വരും. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക് പീസ് വെച്ച് ഇങ്ങനെ വെട്ടാവുള്ളൂ. ഇങ്ങനെ കൈയിട്ട് അങ്ങനെ കൈ ഇടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കൈയുടെ ഈ അടിവശം കണ്ടോ, ഈ അടിവശം ഒപ്പത്തിനിട്ടിട്ട് ബാക്ക് പീസ് ഇങ്ങനെ വലിച്ച് നമ്മൾ ആ മാർജിൻ കൊടുത്തിട്ടില്ലേ ആ ഭാഗത്ത് തന്നെ നമ്മൾ കൊടുക്കും. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് കൈ നമ്മൾ എടുത്ത് നോക്കണം. ഈ ഭാഗം വരെ വലിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പോകുന്നുണ്ടോ, കൈ റൗണ്ടിലാണോ കൂട്ടിയിരിക്കുന്നത് അതോ നീളത്തിലാണോ കൂട്ടിയിരിക്കുന്നത്, കൈക്കൂടി ഈ ഒരു ഭാഗമൊക്കെ എങ്ങനെയുണ്ട് എന്ന സമാധാനത്തിൽ നോക്കിയതിന് ശേഷമുള്ളൂ കൈ വെട്ടാവുള്ളൂ. അപ്പം പ്രത്യേകം ഓർക്കുന്നു, ബാക്ക് സൈഡ് ഇടാവുള്ളൂ നമ്മൾ. കാരണം ഫ്രണ്ട് കുഴിച്ച് വെട്ടിയ അളവിട്ടാൽ ചിലപ്പോൾ ഇതേ രീതി ബ്ലൗസ് കിടക്കണമെന്നില്ല, നമുക്ക് കൈ നീളത്തിൽ വ്യത്യാസം വരും. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ കൈ ഇങ്ങനെ ഇട്ടിട്ട് സ്കെയിൽ കൊണ്ട് ആദ്യം ഈ ഭാഗത്ത് വരച്ചിട്ട് 1.25 ഇഞ്ച് നമ്മൾ സാധാ ബ്ലൗസാണെങ്കിൽ കൊടുക്കുന്നു. ലൈനിങ് ആണ്, ലൈനിങ്ങിൽ തന്നെ നമുക്ക് ഹെമ്മിങ് ഒഴിവാക്കി വരച്ചെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ട് പീസ് ബാക്ക് പീസ് ഇങ്ങനെ വെച്ചിട്ട് കൈയുടെ ഒരു സൈഡ് നല്ലപോലെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു സൈഡിൽ ഈ ഒരു കൈ ഇങ്ങനെ കൈയുടെ സെൻറ്റർ, അതായത് ഈ കൈനീളത്തിൻ്റെ സെൻറ്റർ ഇതുപോലുണ്ടാകും. ഈ ഒരു ഭാഗമുണ്ട്, ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ കൈ ഈ ഇടത്ത് കൈ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പം ഒരു കാരണവശാലും ഈ കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങത്തില്ല. അപ്പോൾ ഈ ഒരു സൈഡ് കറക്റ്റ് ചെയ്തിടണം. ഇവിടവും കറക്റ്റ് ചെയ്തിട്ട് കൈയുടെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ കൈ കൊണ്ട് അമക്കി പിടിച്ചിട്ട് വേണം നമ്മൾ
ഇത് മാർക്ക് ചെയ്യാൻ ഇങ്ങനെ കണ്ടോ. അപ്പോൾ ഒരു കാരണവശാലും കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ വലിഞ്ഞു പോകത്തേയില്ല. എന്നിട്ട് ഈ കറക്റ്റ് പോയിന്റിൽ ഒരു മാർക്ക് കൊടുക്കുക, അരയിഞ്ച് കയറ്റി നമ്മളൊരു മാർക്ക് കൊടുത്തിട്ട് ക്ലിയർ ചെയ്യുക. എന്നിട്ട് ആ ഒരു ഇതിന് ശേഷമുള്ളൂ നമ്മൾ ഈ കൈ ഇവിടുന്ന് എടുക്കാവുള്ളൂ. ഇങ്ങനെ തന്നെ കൊടുക്കുക കേട്ടോ, ഇങ്ങനെ തന്നെ കൊടുക്കുക. അപ്പം നമ്മൾ എത്ര ഇപ്പം പോളിസ്റ്റർ മിക്സിംഗ് ഉള്ള തുണിയാണെങ്കിൽ പോലും ഈ സെൻറ്ററിൽ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് വരച്ചാൽ ഒരു കാരണവശാലും ഈ കൈ അനങ്ങത്തേയില്ല. സാരി ബ്ലൗസ് എത്ര മെത്തേഡാണോ ആ മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കണ്ടോ, ഇപ്പോൾ കാണുന്നുണ്ട് നിങ്ങൾ, അതുപോലെ തന്നെ. അപ്പോൾ ഒരു കാരണവശാലും കൈയുടെ കൈക്കുഴി ഇത് നമുക്ക് തെറ്റി വരത്തേയില്ല. ഇങ്ങനെ കൈ മടക്കുന്നു, മടക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കൈ വരലോ നാം കൊണ്ടൊന്നു മടക്കി വിട്ടതിന് ശേഷം കൈ ഇങ്ങനെ സെൻറ്റർ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ മാർക്ക് ചെയ്താൽ ഒരു കാരണവശാലും നമ്മൾ ആ അടിയിലിരിക്കുന്ന തുണിയോ ഈ അളവ് ബ്ലൗസോ ഒട്ടും ഒരു പോയിൻ്റ് പോലും നമ്മുടെ ഇതിൽ നിന്നും മാറിപ്പോകത്തില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യും. ഇപ്പോൾ മാർക്ക് ചെയ്യുന്ന വിധം മനസ്സിലായല്ലോ. എന്നിട്ട് നമ്മൾ ഈ ബ്ലൗസ് ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ വേണം. ഇതുവരെയാണ് ഇതിൻ്റെ മാർക്ക്. അപ്പോൾ അവർ താത്തിരിക്കുന്നത് എത്ര ഇഞ്ചാണ്, ആ ഒരു ബ്ലൗസ് തയ്ച്ച ഒരാൾ താത്തിരിക്കുന്നത് എത്ര ഇഞ്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നാളെ നോക്കിയേക്കാം. 4.25 ഇഞ്ച് 4 ഇഞ്ചോളമാണ് ബോഡി വണ്ണത്തിൻ്റെ 10ൽ1 ഭാഗമാണ് താത്തിരിക്കുന്നത്. ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് 1.25 ഇഞ്ച് വെച്ച് തുമ്പ് കൊടുക്കണം. ഇങ്ങനെ 1.25 ഇഞ്ച് തുമ്പ് കൊടുത്തിട്ട് ഇതാണ് കറക്റ്റ് കൈയുടെ ഒരു മാർജിൻ വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അളവ് ബ്ലൗസ് വെച്ച ബാക്ക് പീസാണ് ഇത്. ഈ ബാക്ക് പീസ് എടുത്തിട്ട് ഷോൾഡറിൻ്റെ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് തുമ്പ് കൊടുക്കുക. ഇതുപോലെ 1/2 ഇഞ്ച് തുമ്പ് കൊടുത്തിട്ട് നമ്മൾ വെട്ടിയ ബാക്ക് പീസ് കറക്റ്റാണോ എന്ന് നമ്മളിങ്ങനെ വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കണ്ടോ, ഇത്രത്തോളം കറക്റ്റാണ്. വളരെ സമാധാനപരമായ രീതിയിൽ തന്നെ നിങ്ങൾ ഇതിങ്ങനെ വെച്ച് നോക്കിയാൽ കൃത്യമായി തന്നെ നിങ്ങൾക്ക് ഈ മാർക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതുപോലെ. അപ്പോൾ അതേ രീതിയിൽ തന്നെ കൈ കട്ട് ചെയ്തെടുക്കണം. ഒരു കാരണവശാലും കൈക്ക് വ്യത്യാസവും വരത്തില്ല. നമ്മൾ വെട്ടിയ ബാക്ക് പീസും കറക്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് കൈ വെട്ടിയെടുക്കാം. ഇങ്ങനെ തന്നെ മേളിയും തന്നെ വെട്ടിയെടുക്കുക. കറക്റ്റ് ആ കൈക്കുഴിയുടെ അവിടെ നമ്മളൊരു മാർക്ക് കൊടുത്തേക്കണം. അപ്പോൾ കൃത്യമായി തന്നെ നമ്മളെല്ലാ മാർക്കുകളും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൈയുടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഓരോരുത്തരും ഓരോ ഐഡിയ അല്ലേ. അപ്പം കൈയുടെ എത്ര ഇഞ്ചോളമാണ് ഇത് ഈ ഒരു അളവ് തയ്ച്ചിരിക്കുന്ന ആശാൻ കുഴിച്ച് വെട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതെങ്ങനെയാണ് നോക്കുന്നത്? കൈ ഇങ്ങനെ ഇട്ടിട്ട് ഇതാണ് ഇങ്ങനെ ഈ കൈയുടെ ഇതിൻ്റെ ഇനി കറക്റ്റ് സെൻറ്ററിൽ പിടിക്കണം. കൈയുടെ ഈ സെൻറ്ററിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കണം. ഈ വിരലുകൊണ്ട് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ അമക്കി പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ കറക്റ്റ് നമുക്കറിയാം 3/4 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടില്ല. ഇവിടെയാണ് വരുന്നത് ഈ പാട്. ഇപ്പോൾ ജോയിൻ്റ് നോക്കി 3/4 ഇഞ്ച് കൂടുതൽ ഇത് എടുത്തിട്ടില്ല. ബാക്ക് പീസ് നമുക്ക് നോക്കുമ്പോൾ അറിയാം. അപ്പോൾ ഓക്കെ. അപ്പം ആ ഒരു മെത്തേഡ് തന്നെ നമുക്കൊന്ന് കീപ്പ് ചെയ്യാം. അപ്പം നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇട്ടിരിക്കുന്ന ഒരു കൈയുടെ 1.25 ഇഞ്ച് നമ്മൾ ഈ ഭാഗത്ത് കൊടുക്കുന്നു. 2 ഇഞ്ച് ഈ ഭാഗത്തും കൊടുക്കുന്നു. 2ൻ്റെയും സെൻറ്റർ നോക്കുന്നു. 5.5 2.25 മാർക്ക് ചെയ്യുന്നു. ഇതാണ് എൻ്റെ കൈ കുഴിച്ച് വെട്ടുന്നതിൻ്റെ യഥാർത്ഥ കണക്ക്. ഇതുണ്ട് ഇങ്ങനെ. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് നോക്കണം. ഞാനത് കാണിച്ചു തരാം. ഇതുണ്ട്, ഇവിടുന്ന് നമ്മൾ 1.25, ഇവിടുന്ന് 2 ഇഞ്ച്, ഇതിൻ്റെ 2ൻ്റെയും നടുക്ക്, ഈ നടുക്ക് നമ്മൾ 3/4 ഇഞ്ച് വരുന്ന പോലെ വേണം കൈ കുഴിച്ച് വെട്ടാൻ. അത് നമുക്കൊരു കാര്യം ചെയ്യുന്നത് നൂർത്തിട്ട് തന്നെ കൈ കുഴിച്ച് വെട്ടുന്ന കാണിച്ചു തരാം. കൈ ഇങ്ങനെ നൂർത്തിട്ടു. ഇട്ടതിന് ശേഷം ഈ സൈഡിൽ ഇങ്ങനെ ചെറിയ നൂല് പോലെ കയറിപ്പോയി. ഓക്കെ. അപ്പോൾ ആ ഒരു ഷേപ്പ് കാണുന്നതാണ്. നിങ്ങൾ അതിന് വേണ്ടി ഇങ്ങനെ ഈ സ്കെയിലൊന്നും വാങ്ങണമെന്നില്ല. ഇതേ മോഡലൊരു ഷേപ്പ്. അപ്പോൾ നമ്മൾ ഈ കൈ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ നിൽക്കും. കണ്ടോ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഫ്രണ്ട് വെട്ടുന്ന കാര്യം കാണിച്ചിരുന്നല്ലോ. അപ്പോൾ കാണിച്ചിരുമ്പോൾ നമുക്ക് ആ ഫ്രണ്ടിൻ്റെ ഇതുണ്ട്. ഈ ഫ്രണ്ടിൻ്റെ ഒരു കുഴിവായിട്ട്
ഇത് വളരെയധികം ജോയിൻ്റ് ആകുന്ന വിധത്തിൽ വേണം നമ്മുടെ കൈ കയറിപ്പോകാൻ. ഇപ്പോൾ നമുക്ക് വേണേൽ ആ ഒരു ജോയിൻറ്റിന് നോക്കാം എത്രത്തോളം ഇത് വന്നു എന്നുള്ളതുണ്ട്. നമ്മൾ കാലിഞ്ഞിങ്ങനെ കയറ്റി ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ഈ കൈക്കുഴി ഡാട്ട് കൊടുത്തില്ലേ, ആ കൈക്കുഴി ഡാട്ടും കൂടെ പിടിച്ച് കഴിയുമ്പോൾ ഈ കൈക്കുഴിയുടെ ഇവിടം കറക്റ്റായിട്ട് തന്നെ വരണം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കൈക്കുഴിയുടെ ഇത് ഇങ്ങനെ പിടിക്കുന്നു. ഇങ്ങനെ പിടിച്ച് ഡാട്ട് അടിച്ച് കഴിയുമ്പോൾ ഈ ഷേപ്പ് ക്ലിയറായിട്ട് വരും. കൈ നമ്മൾ പിടിപ്പിക്കുമ്പോഴും വളരെ ക്ലിയറായിട്ട് തന്നെ വരും. അപ്പോൾ ഇത്രത്തോളമാണ് ഇന്ന് ക്ലാസ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 3 പാർട്ടായിട്ട് തന്നെ അളവ് ബ്ലൗസ് വെട്ടിയെടുക്കുന്ന, അളവ് ബ്ലൗസ് വെച്ച് ബ്ലൗസ് വെട്ടുന്ന ഒരു ഐഡിയ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ അടുത്ത ഒരു അളവ് ബ്ലൗസ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതേ ഒരു മെത്തേഡിൽ തന്നെ വെട്ടിയെടുക്കാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും സ്പീഡ് ചെയ്യരുത്. ചെയ്യുന്ന കാര്യങ്ങൾ തികച്ചും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് തന്നെ പോകണം. അപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യം പിന്നെയും ആവർത്തിക്കാതെ ആ മനസ്സിലാകുന്ന വിധത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയി ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞു കൊടുക്കുക. ഒരാളെ ചോദിച്ച് ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാനും നമ്മൾ പഠിക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചു എന്ന് നമുക്ക് ഉറപ്പ് വരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നറിഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റിൽ ചോദിക്കുക. ചോദിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ എന്താ മാർഗ്ഗങ്ങൾ ചെയ്യാം. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ പൂർണ്ണമായിട്ടും ഒക്കെ ഒരു മനസ്സിലാക്കി എന്നതിന് ശേഷം വേണം നമുക്കിനി ചുരിദാറിൻ്റെ കട്ടിങ്ങിലേക്കൊക്കെ പോകാൻ. ഇപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് പൂർണ്ണമാകുന്നു. താങ്ക്